ഇത് കണ്ടില്ലോ നിറച്ച് തക്കാളിയാന്ന്. ഇതാണെങ്കിൽ തക്കാളി നിറഞ്ഞിട്ട് താണും പോയി. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? അതെ അതെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ മാത്രമൊന്നല്ല കേട്ടാ, ഇഷ്ടം പോലെ തക്കാളി കൂടിക്കഴിഞ്ഞിട്ട് ഇതാ ചെടി നിലത്തോട്ട് താണു പോയിട്ടുള്ളത്. തക്കാളി മാത്രല്ല കേട്ടാ, ഇതാ നല്ല അടിപൊളി പച്ചമുളക് ഉണ്ട്, അതെ, ചീര ഉണ്ട്. ചെറിയ ചെറിയ ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ മുളകണ്ടല്ലോ എനിക്ക്. കാണുന്നില്ലേ? മുളക് ഉണ്ട്, ചെടിയിലും നിറച്ച് മുളകാട്ടാ. ഇതാ പിന്നെ ഇതാ നല്ല അടിപൊളി ചീരയാന്ന് കേട്ടാ. ചീര വേണ്ടല്ല. പിന്നെ ഇതാ അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ, ഇഷ്ടം പോലെ വെണ്ടക്കയും ഉണ്ട്, വഴുതനങ്ങയും ഉണ്ട്. ഓ കൊള്ളാല. വെണ്ടക്ക നല്ല അടിപൊളി വെണ്ടക്കേട്ടാ. എല്ലാ ചെടിയിലും നിറച്ച് വെണ്ടക്ക ഉണ്ട്. കണ്ടിനാ? ഇഷ്ടം പോലെ വെണ്ടക്ക മാത്രല്ല ഗൈസ്, ഇതാ നല്ല അടിപൊളി വഴുതനങ്ങ ഇവിടെ ഉണ്ട് കേട്ടാ. ചെടികളിലൊക്കെ നോക്കിയേ, എല്ലാ ചെടികളിലും വഴുതനങ്ങയാണ്. അടിപൊളി. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട, മാതൃകയാക്കേണ്ട ഒരു ചെടിത്തോട്ടം അല്ലെ, ഒരു അടുക്കളത്തോട്ടം. ഒരു അടുക്കളത്തോട്ടമാണിത്. ഇതിന്റെ ആളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാട്ടാ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവട്ടെ ഈ വീഡിയോ. ജസ്റ്റ് ഒന്ന് കണ്ടോ. ഈ കാണുന്ന അടുക്കളത്തോട്ടം ആരതാണെന്ന് കാണണ്ടേ? അതെ, വേറെ ആരതും അല്ല, ഈ ചേച്ചിന്റെതാണ്. ചേച്ചി നമസ്കാരം ഉണ്ടേ. നമസ്കാരം. അടിപൊളിയായിട്ടുണ്ടല്ലോ അടുക്കളത്തോട്ടമൊക്കെ. അടിപൊളി തന്നെ. ഇത് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ വേറെയും കിടക്കുന്നുണ്ട്. എന്തെല്ലാം സാധനങ്ങളുള്ള വേറെ? വത്തക്കയുണ്ട്, കക്കിരിക്കയുണ്ട്, പയറുണ്ട്, കുമ്പളങ്ങയുണ്ട്. വത്തക്ക ആയിട്ടുണ്ടാ? വത്തക്ക ആയിട്ടുണ്ട്. ഒന്ന് കാണാലോ നമുക്ക്? വത്തക്ക ഒന്ന് കാണാം ഗൈസ്. എന്റെ മോനെ പയറെല്ലാം ആയി തുടങ്ങിയതേ ഉള്ളൂ. കണ്ടോ, ആവുന്ന അത്ര. ഇനി ഇഷ്ടം പോലെ ആവും. ഇഷ്ടം പോലെ ആയി വരുന്നുണ്ട്. ആയി വരും. കക്കിരി, നാടൻ കക്കിരി, പണ്ടത്തെ നാടൻ കക്കിരി. നല്ല നാടൻ കക്കിരി കേട്ടാ. അതുകൊണ്ട് അപ്പൊ ഒന്നും ഇല്ലാത്തതില്ല ഇവിടെ, എല്ലാം ഉണ്ട്. നാടൻ കക്കിരി, കക്കിരികളൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ വത്തക്ക ഇതാട്ടാ. ആയി തുടങ്ങിയതേ ഉള്ളൂ. വത്തക്ക ആയി തുടങ്ങിയതേ ഉള്ളൂ. ഇതുണ്ട്, അതെ, നല്ല അടിപൊളി വത്തക്ക. കണ്ട, നീലിയുണ്ട്, ചോപ്പും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ഇത് മാത്രല്ല, കണ്ടതാ ഇവിടെ ഉണ്ട് വത്തക്ക. കണ്ട, ആഹാ, ദേ ചെറുത് കണ്ട, ചെറിയ വത്തക്ക. കൊള്ളാം, അടിപൊളി. ഇവിടെയൊക്കെ ഉണ്ടല്ലേ. ഓ ഇത് ഗൈസ്, ഇത് കൊറേ വത്തക്ക ഉണ്ട് കേട്ടോ. കണ്ടതാ, ഇതാണ് മഞ്ഞ വത്ത മോനെ, നല്ല അടിപൊളിയാണ്. മഞ്ഞ വത്ത അല്ലേ? കൊള്ളാം. 2 തവണ പറിച്ചു വേണ്ട. ഇതിന് അടുത്ത നാളെ മറ്റന്നാൾ പറിക്കേണ്ട വേണ്ടയാണ്. അതെല്ലേ? ആവുന്നത്ര വിളവെടുപ്പ് കഴിഞ്ഞതാണ്. അതെല്ലേ? അതുകൊണ്ടാണ് കായ് കുറവ്. എന്താ രഹസ്യം? രഹസ്യം ഇതാന്ന് കാണിച്ചു തരാം. SPCന്റെ ഹോമിയോ അഗ്രോ ഹെയർ എന്ന് പറഞ്ഞ ഈ ഒരു ഗുളിക. ഗുളിക. ഇതൊരു ഹോമിയോ ഗുളികയാണ്. SPCന്റെ ഹോമിയോ അഗ്രോ കെയർ. ഇതെങ്ങനെ ഉപയോഗിക്കുന്ന വെച്ചപ്പോ? ഇത് 1 ലിറ്ററിൽ 1 ഗ്രാം. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കലക്കിയിട്ട് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 7 ദിവസം കൂടുമ്പോ. 7 ദിവസം കൂടുമ്പോ ഒരിക്കൽ ചെയ്താൽ മതി.